വാഷ്റൂമിലെ മിററിൽ കാണുന്ന തന്റെ പ്രതിബിംബത്തെ നോക്കിയിരിക്കായിരുന്നു ലച്ചു. രാവിലെ ഡെന്നി പിടിച്ചപ്പോൾ ചുവന്നുപോയ തന്റെ കവിളുകൾ അവൾ മെല്ലെ തലോടി. അവന്റെ കൈകളുടെ ചൂട് ഇപ്പോഴും അവിടെ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നി. അവൾ കണ്ണുകൾ ഇറുക്കി അടച്ചു. വേദു, കാതോര അവന്റെ നേരത്തെ ശബ്ദം അവൾ കേട്ടു. ഇച്ചായ. കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെ അവൾ വിളിച്ചു. പെട്ടെന്ന് ഡോർ വെക്കുന്ന ശബ്ദം കേട്ടാണ് അവൾ ഞെട്ടി കണ്ണുകൾ തുറന്നു. ചുറ്റിനും നോക്കിയപ്പോൾ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. തന്റെ തോന്നലായിരുന്നതെന്ന് അവൾക്ക് മനസ്സിലായി. അവനിലേക്ക് ചായുന്ന തന്റെ മനസ്സിനെ അടക്കി നിർത്താനാവുന്നില്ലല്ലോ എന്ന് ആലോചിച്ച് അവൾ നിന്നു. ഡോർ തുറന്ന് വന്ന അവിടുത്തെ ഒരു സ്റ്റാഫ് അവൾ നോക്കി പുച്ഛിച്ചുകൊണ്ട് വാഷ്റൂമിൽ കയറി. ഇതിപ്പോ എന്താ സംഭവം എന്നറിയാതെ ലച്ചു അവൾ പോയ വഴിയും നോക്കിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ഡെന്നിയുടെ ക്യാബിൽ കയറുന്നതിന് മുമ്പ് തന്നെ അവൻ പുറത്തേക്ക് ഇറങ്ങിയിരുന്നു. ആ വേദു, മീറ്റിംഗ് തുടങ്ങണായി, നീ വാ. അവൻ അവളെ വിളിച്ചുകൊണ്ട് അടുത്തുള്ള കോൺഫറൻസ് ഹാളിൽ കയറി. എല്ലാവരും ഡെന്നിയോടൊപ്പം വരുന്ന ലച്ചുവിനെ നോക്കി. യാതൊരുവിധ സമയങ്ങളും ഇല്ലാതെ തന്നെ ജോലിച്ച് നിൽക്കുന്ന അവളുടെ സൗന്ദര്യം അവിടുത്തെ സൗന്ദര്യ ശില്പങ്ങളുടെ ചിരിക്കും അങ്ങലേൽപ്പിച്ചു. ഡെന്നി എല്ലാവരെയും നോക്കി ചിരിച്ചുകൊണ്ട് പ്ലാറ്റ്ഫോമിലേക്ക് കയറി. ഗുഡ് മോർണിംഗ് എവരിവൺ, അവൻ എല്ലാവരെയും നോക്കി സൗമ്യമായി പറഞ്ഞു. അവന്റെ തെളിഞ്ഞ മുഖവും പുഞ്ചിരിയും എല്ലാവരും ഒരു പോസിറ്റീവ് എനർജി നിറച്ചു. എല്ലാവരും അവന്റെ വാക്കുകൾക്കായി കാതോർത്തു. പ്രത്യേകിച്ച് നേരത്തെ വാഷ്റൂമിൽ വെച്ച് ലച്ചുവിനെ പുച്ഛിച്ച ആ പെണ്ണ്. അത് പിന്നെ അങ്ങനെയാണല്ലോ, കാണാൻ കൊള്ളാവുന്ന മുതലാളിമാരുള്ള സ്ഥാപനത്തിൽ അങ്ങോരെ വായി നോക്കുന്നൊരു പെടക്കോഴി അത് നിർബന്ധമാണ്. സോ ഗൈസ്, മൈസെൽഫ് ഡെന്നിസ് ജോർജ് കളത്തിങ്കിൽ. ആദ്യമായിട്ടാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഇങ്ങനെ. അപ്പൊ സ്വയം ഒരു പരിചയപ്പെടുത്തലാവാന്ന് കരുതി. കഴിഞ്ഞ ദിവസം ഞാൻ വന്നിരുന്നു, പക്ഷേ ആരെയും വിശദമായി പരിചയപ്പെടാൻ പറ്റിയില്ല. ഇറ്റ്സ് ഓക്കെ. ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അത് വേണ്ട പോലെ കൈകാര്യം ചെയ്യാം. പിന്നെ ഞാൻ അത്ര ഭീകരനൊന്നുമല്ല. യു ക്യാൻ സീ മീ ആസ് എ ഫ്രണ്ട്. നിങ്ങളുടെ ഇടയിൽ ഒരാളായി തുടരാനാണ് എനിക്ക് ആഗ്രഹം. ബട്ട് വൺ കണ്ടീഷൻ, വർക്കിന്റെ കാര്യത്തിൽ ഞാൻ കുറച്ച് സ്ട്രിക്റ്റ് ആയിരിക്കും. അവൻ എല്ലാവരെയും നോക്കി പറഞ്ഞു. അവിടെ ഇരുന്ന എല്ലാവരും ആ പറഞ്ഞതിനെ അനുകൂലിക്കുന്ന പോലെ തലയാട്ടി. മറ്റേ പെണ്ണിന്റെ തലയാണെങ്കിൽ ആടി ഇളകി വീഴുമോ എന്ന സംശയമുണ്ട്. ആൻഡ് ഫൈനലി ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് സം വൺ ബിഫോർ യു മീറ്റ് വേദലക്ഷ്മി. ഇനി മുതൽ വേദലക്ഷ്മി ആയിരിക്കും എന്റെ പേഴ്സണൽ അസിസ്റ്റന്റ്. സോ ഓഫീസ് സംബന്ധമായ എന്ത് കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇയാളുമായി ബന്ധപ്പെടാം. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, ഇതുവരെ എന്റെ അഭാവത്തിൽ നിങ്ങൾ എല്ലാവരും ഈ കമ്പനി ഭംഗിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി. തുടർന്ന് ആ സഹകരണം പ്രതീക്ഷിക്കുന്നു. നൗ യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ വർക്ക്സ് ആൻഡ് താങ്ക് യു. അവൻ ഭംഗിയായി പറഞ്ഞ് അവസാനിപ്പിച്ചു. എല്ലാവരും ഹാൾ വിട്ട് പുറത്തു പോയപ്പോൾ ഡെന്നി ലച്ചുവിനെ നോക്കി. മാറിയോ നിന്റെ പേടിയും എപ്പോഴൊക്കെ? അവൻ അവൾക്ക് മുമ്പിൽ കൈകെട്ടിന്നുകൊണ്ട് ചോദിച്ചു. ആ കണ്ണുകളിൽ നോക്കാൻ കഴിയാതെ അവൾ തലയാഴ്ത്തിക്കൊണ്ട് തന്നെ മൂളി. നീ എന്നോട് എന്തെങ്കിലും മറച്ചു വെക്കുന്നുണ്ടോ വേദു? അവൻ ഗൗരവത്തോടെ ചോദിച്ചു. അവൾ പെട്ടെന്ന് ഞെട്ടിക്കൊണ്ട് തല ഉയർത്തി. കൈകൾ വിറച്ചുകൊണ്ട് സാരിയിൽ ചുഴറ്റി പിടിച്ചു. അവൻ അവിടെ നീക്കങ്ങളെല്ലാം സൂക്ഷ്മതയോടെ വീക്ഷിച്ചു. പറയൂ വേദു, ഞാൻ അറിയാത്ത എന്തെങ്കിലും ഉള്ളിൽ കിടന്ന് പുകയുന്നുണ്ടോ? അവൻ ഒന്നുകൂടി ചോദിച്ചു. ഇല്ല, അവളൊരു വിധം പറഞ്ഞൊപ്പിച്ചു. കള്ളം, അവൻ ഭാവമാറ്റി എഴുതില്ലാതെ പറഞ്ഞു. അവന്റെ കണ്ണുകൾ തന്നിലാണെന്ന് അറിയുന്നുണ്ട് അവൾ തലയുയർത്തി നോക്കാനുള്ള സാഹസം കാണിച്ചില്ല. പണ്ടും ഞാൻ അറിയാതെ നിങ്ങൾ കള്ളത്തിൽ ഒപ്പിക്കുമ്പോൾ നീ ഇതുപോലെ എന്റെ മുമ്പിൽ നിന്ന് പതറും. അന്നൊക്കെ ഞാനത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതും അതേപോലെ ഞാൻ കണ്ടുപിടിച്ചോളാം. അവൻ അവളെ നോക്കി പറഞ്ഞോട് പുറത്തേക്ക് നടന്നു. അതെ, നിന്ന് വേർക്കണ്ട, പോര്. ക്യാബിൽ ഞാൻ AC പോലെ കൂട്ടിയിട്ട് തരാം. ഡോർ ഹാൻഡിൽ പിടിച്ച് ചുണ്ടിലൊളിപ്പിച്ച് ചിരിയോടെ പറഞ്ഞുകൊണ്ട് അവൻ നടന്നു. ലച്ചുവിന് ആകെ ഒരു പരവേശം തോന്നി. അവിടെ ഇരുന്ന വെള്ളം മുഴുവൻ അവൾ ഒറ്റയടിക്ക് വായിലേക്ക് അമിഴ്ത്തി. കണ്ണുകൾ അടച്ചൊന്ന് ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് അവളും പുറത്തേക്ക് നടന്നു. ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങിയതും അവൾ കണ്ടു തന്നെയും കാത്തുന്ന പോലെ ചുമരിൽ ചാരിക്കുന്ന ഡെന്നി ഒരു കാലുമടക്കി ചുമരിൽ വെച്ചിട്ടുണ്ട്. കൈ രണ്ടും മാറിൽ പിണച്ചു കെട്ടി അവൻ അവളെ തന്നെ നോക്കി. പോവാ, അവൾ അടുത്തെത്തിയപ്പോൾ അവൻ ചോദിച്ചു. ലച്ചു യാന്ത്രികമായി തലയാട്ടി. ഡെന്നി ഒന്ന് മൂളിക്കൊണ്ട് നടന്നു. പുറകെ അവളും. ഡെന്നിയും ലച്ചു അവന്റെ ക്യാബിലേക്ക് കയറിപ്പോ നോക്കിയൊക്കെയാണ് നമ്മുടെ മറ്റേ പാർട്ടി. അനു, മാഡത്തിന് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ. ശരിക്കും അവർ തമ്മിൽ നല്ല മാച്ച് ഉണ്ടല്ലേ. ശരിക്കും മെയ്ഡ് ഫോർ ഈച്ച് അതർ. ഡെന്നിയെ ലച്ചുവിനെ നോക്കി അഞ്ജലി പറഞ്ഞു. അപ്പൊ നേരത്തെ വെള്ളർക്കിയ പാർട്ടിയുടെ പേര് കിട്ടിയില്ല അനു. ഏയ്, അത്രക്കൊന്നുമില്ല. കാണാൻ തിരക്കില്ല, അത്ര തന്നെ. പിന്നെ അവര് സാറിന്റെ PA അല്ലേ. സാർ എവിടെ കിടക്കുന്നു? അവരെ പോലുള്ള ഒരു ജോലിക്കാരി എവിടെ കിടക്കുന്നു. മനസ്സിൽ തിളച്ചു പറയുന്ന കുശുമ്പിനെ അടക്കിരുത്തിക്കൊണ്ട് അനു പറഞ്ഞു. ആ, നിനക്ക് പിന്നെ ഒട്ടും കുശുമ്പില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. അതും പറഞ്ഞ് അഞ്ജലി സീറ്റിൽ പോയിരുന്നു. അത്രക്ക് ഭംഗിയുണ്ടോ? ഏയ് ഇല്ലാതെ. അനു സ്വയം സമാധാനിച്ച് അവിടെ സീറ്റിൽ പോയിരുന്ന് ഫോൺ എടുത്ത് 5-6 സെൽഫി എടുത്ത് സ്വന്തം സൗന്ദര്യം നോക്കി നിർവൃതി അടങ്ങി. അതങ്ങനെ ഒരു അരപ്പിരി. ഡെന്നിയുടെ പുറകെ തന്നെ ലച്ചുവും ക്യാബിനിൽ കയറി. വേദു, നിന്റെ സീറ്റിംഗ് ശരിയാകുന്നവരെ എന്റെ ടേബിൾ യൂസ് ചെയ്തോ. പിന്നെ ചെയ്യാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നിനക്ക് പറ്റും. അവൻ ചെയറിൽ നിന്നുകൊണ്ട് പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് നിന്നു. ആദ്യം തന്നെ എന്തെങ്കിലും പറയുമ്പോൾ നിന്റെ ഈ തലയാട്ടിൽ നിർത്തണം. നിന്റെ വായിൽ നാക്കില്ലേ? പണ്ട് 1 കിലോമീറ്റർ നീളമായിരുന്നല്ലോ, ഇപ്പൊ എന്തു പറ്റി? ചോദിച്ച അപ്പം എനിക്ക് മറുപടി കിട്ടണം, അല്ലാതെ ഈ ആക്ഷൻ വേണ്ട കേട്ടോ. അവൻ അവൾ നോക്കി ഗൗരവത്തോടെ പറഞ്ഞു. അവൾ മനസ്സിലായെന്ന പോലെ തലയാട്ടി. അവൻ നോക്കി പേടിപ്പിക്കുന്നുണ്ടപ്പോൾ പെട്ടെന്ന് തിരുത്തി. ആയി. ആ, അങ്ങനെ എല്ലാത്തിനും ഒരു മറുപടി എനിക്ക് കിട്ടണം. നീ ആദ്യം ഇവിടെ നിന്ന് ഇരിക്കുവേതു.
ഈ പോസ്റ്റ് നാട്ടി പോലെ നിൽക്കാതെ. അവൻ തലക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു. അവളൊരു ചമ്മിയെ ചിരിച്ചുകൊണ്ട് അവൻ അഭിമുഖമായുള്ള ചെയറിലിരുന്നു. ഈ ലാപ്ടോപ്പ് നീ വെച്ചു, നിനക്ക് വർക്ക് ചെയ്യാൻ എളുപ്പമാവും. നമ്മുടെ കമ്പനിയുടെ സോഫ്റ്റ്വെയർ ഒക്കെ ഇതിൽ ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. നീ ഒന്ന് നോക്കി, ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അവൻ കൈയുള്ള ലാപ്ടോപ്പ് അവൾക്ക് നേരെ നീക്കി വെച്ചുകൊണ്ട് പറഞ്ഞു. അവളതെടുത്ത് ഓപ്പൺ ചെയ്തു. അവൻ അവളുടെ വിരലുകളുടെയും കണ്ണുകളുടെയും ചലനങ്ങൾ ശ്രദ്ധിച്ച് അതിൽ മുഴുകിയിരുന്നു. ഈ ചായ ലച്ചുവിന്റെ വിളിയാണ് അവൻ ഉണർത്തിയത്. എന്താ നോട്ടം മാറ്റിക്കണമെന്ന് ചോദിച്ചു. അത് പാസ്വേഡ്. അവൻ നോക്കുന്ന കണ്ടെങ്കിലും കാണാത്ത പോലെ ചോദിച്ചു. ഡെന്നി പെട്ടെന്ന് എന്തോർത്ത പോലെ ഞെട്ടി. അവൻ ഉപയോഗിച്ചിരുന്ന ലാപ്ടോപ്പ് ആയിരുന്നത്. പാസ്വേഡ് മാറ്റില്ലെന്നോർത്ത് അപ്പോഴായിരുന്നു. ഇച്ചായ അവനൊന്നും മിണ്ടാത്തണ്ട്. അവൾ വീണ്ടും വിളിച്ചു. ഞാൻ വരാം. സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്ക് പുറകിലായി ഡെന്നി നിന്നു. ഒന്ന് കുനിഞ്ഞ് അവൻ ലാപ്പിലേക്ക് കണ്ണു നട്ടു. അവന്റെ സാമീപ്യം അടുത്തു വന്നു. അവളുടെ ഉടലൊന്ന് വെട്ടി വിറച്ചു. അതറിഞ്ഞെന്ന പോലെ അവൻ കുറച്ചുകൂടെ അവളോട് ചേർന്ന് നിന്നു. ടേബിളിൽ ഇരുന്നിരുന്ന ലച്ചുവിന്റെ കയ്യിൽ വിയർപ്പ് തുള്ളികൾ പ്രത്യക്ഷപ്പെട്ടു. അവളിൽ നിന്നും വമിക്കുന്ന ഗന്ധം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തന്നെ അവന്റെ കൈകൾ കീബോർഡിൽ ചലിച്ചു. ലച്ചുവിന്റെ നോട്ടം അവന്റെ കൈകളിലേക്കായി. VEDHU വേദു. അവൻ ടൈപ്പ് ചെയ്ത് ഒരു ഞെട്ടലോടെ ലച്ച് കണ്ടു. ഡെന്നി ഒരു ചമ്മലോടെ നേരെ നിന്നു. പെട്ടെന്ന് അവന്റെ സാമീപ്യം തന്നിൽ നകന്നപ്പോൾ അവളിലൊരു നിരാശ നിറഞ്ഞു. മനസ്സിനെ വരുതിയിലാക്കിക്കൊണ്ട് ലച്ചു ലാപ്പിലേക്ക് കണ്ണു നട്ടു. ഡെന്നിയും മിഴിയും കൂടെ നിൽക്കുന്ന ഒരു സെൽഫിയാണ് വാൾപേപ്പറായി ഇട്ടിരിക്കുന്നത്. ഇന്നലെ പോയപ്പോൾ എടുത്താണെന്ന് അവൾക്ക് മനസ്സിലായി. ഡെന്നിയുടെ കയ്യിൽ അവന്റെ തോളിലൂടെ ചുറ്റിപ്പിടിച്ച് കവിളിൽ ഉമ്മ വയ്ക്കുന്ന മിഴി. ഡെന്നി ചിരിച്ചുകൊണ്ട് ക്യാമറയിൽ നോക്കുന്നുണ്ട്. ലച്ചുവിന്റെ കണ്ണുകൾ എന്തിനോ നിറഞ്ഞു. അവയെ പുറത്തേക്ക് വിടാൻ അനുവദിക്കാതെ അവൾ തുടച്ചു മാറ്റി. ഡെന്നി വീണ്ടും കുനിഞ്ഞുകൊണ്ട് അവൾക്കെല്ലാം പറഞ്ഞു കൊടുത്തു. സംസാരിക്കുമ്പോൾ അവന്റെ ശ്വാസം പിൻകഴുത്തിൽ തട്ടുന്നതിനൊപ്പം അവൾ വല്ലാണ്ട് വിറച്ചുകൊണ്ടിരുന്നു. ആ ശ്വാസത്തിനൊപ്പം ഓർമ്മകളും തലച്ചോറിലേക്ക് ഇരച്ചു കയറി. വേദു. കാതോരം അവന്റെ ശബ്ദം അലയടിക്കുന്ന പോലെ അവൾക്ക് തോന്നി. ഇച്ചായ. അറിയാതെ തന്നെ അവന്റെ മേലേക്ക് ചാഞ്ഞിരുന്നുകൊണ്ട് അവൾ വിളിച്ചുപോയി. എന്താ? ഡെന്നി അവളുടെ വിളിയേട്ട് ചോദിച്ചു. അപ്പോഴാണ് തന്നെ വിളിച്ചത് അവൻ കേട്ടെന്ന് അവൾക്ക് മനസ്സിലായത്. അവൾ പെട്ടെന്ന് നേരെയിരുന്നു. ഒന്നുമില്ല, അവൾ പെട്ടെന്ന് പറഞ്ഞു വെപ്പിച്ചു. അവനൊന്ന് മൂളിക്കൊണ്ട് നേരെ നിന്നു. നീ ഇപ്പോഴും പഴയ ഷാമ്പുനെയാണ് പണേ തലയിൽ തേക്കുന്നത്, വല്ലാത്ത സ്മെല്ല്. അവൻ അവളെ നോക്കി കണ്ണിറക്കിക്കൊണ്ട് ചോദിച്ചു. വേദു കണ്ണു തുറിച്ചുകൊണ്ട് അവനെ നോക്കി. അവന്റെ മുഖത്തെ കള്ളിച്ചിരിയും കണ്ണിലെ കുസൃതിയും കണ്ടപ്പോൾ അവൾ മെല്ലെ തലതാഴ്ത്തി. രക്തം ഇരച്ചു കയറി ചുവന്ന മുഖത്ത് അവൾ കണ്ടില്ലെങ്കിലും ഡെന്നി അത് കൃത്യമായി കണ്ടിരുന്നു. ഇന്ന് നമുക്ക് നേരത്തെ ഇറങ്ങാം കേട്ടോ. കുഞ്ഞൂസിനോട് ഞാൻ വൈകുന്നേരം കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിരുന്നു. ചെന്നില്ലെങ്കിൽ എന്റെ മോള് പിണങ്ങും, ഡെന്നി പറഞ്ഞു. തന്നേക്കാൾ അധികാരത്തോടെ മോളോടുള്ള അവന്റെ പെരുമാറ്റം കണ്ട് അവൾ കുശുമ്പോട് നോക്കി. കുശുമ്പ് കാണിക്കേണ്ട പെണ്ണെ, നിന്നെക്കാൾ വിവരമുണ്ട് എന്റെ കൊച്ചിന്. നീ ഇപ്പോഴാ പഴയ പൊട്ടിപ്പെണ്ണ. ഞാൻ ആരോടെങ്കിലും കൂടുതൽ അടുത്ത പിണങ്ങി മുഖം വീർപ്പിക്കുന്ന ആ പഴയ വേദു. അവനൊരു ചിരിയോടെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അവളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടർന്നു. ഡെന്നിയുടെ കണ്ണുകൾ അവയെ മനോഹരമായി ഒപ്പിയെടുത്തു. സ്കൂളിന്റെ ഗേറ്റിൽ അക്ഷമയോടെ നിൽക്കുകയാണ് മിഴിമോൾ. ഇടയ്ക്കിടയ്ക്ക് പ്രതീക്ഷയോടെ റോഡിലേക്ക് നോക്കുന്നുണ്ട്. എന്താ മോളെ, ഇന്ന് അപ്പൂപ്പൻ വന്നില്ലല്ലോ? സാധാരണ ഇവിടെ കാത്തിരിക്കുന്നതാണല്ലോ. സെക്യൂരിറ്റി അവിടെ അടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. ഇന്ന് പപ്പയാ വരുന്നേ, ഇപ്പൊ വരും. അവൾ പിന്നെ റോഡിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്ക് അപ്പുവിന് പോവാനുള്ള വണ്ടി വന്നിരുന്നു. ഒന്ന് നിന്നെ, മിഴി അവനെ നോക്കി വിളിച്ചു. അപ്പു എന്തായെന്ന പോലെ അവൾ നോക്കി. എന്റെ പപ്പ ഇപ്പൊ വരും എന്നെ കൊണ്ടുപോവാൻ. നീയല്ലേ പറഞ്ഞ് നിന്റെ പപ്പ മാത്രമേ വരുള്ളൂ എന്ന്? എനിക്കെന്താടാ പപ്പ, ഇന്ന് നീ കണ്ടിട്ട് പോയാ മതി. അവൾ അവന്റെ ബാഗിൽ പിടിച്ചു വെച്ചുകൊണ്ട് പറഞ്ഞു. അപ്പു ആണെങ്കിൽ ബാഗിൽ നിന്ന് പിടിപിടിക്കാനാവുന്നത് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ ശ്രമങ്ങളെല്ലാം കാറ്റിൽ പറത്തി മിഴിമോള് പിടുത്ത് ഒന്നുകൂടി സ്ട്രോങ് ആക്കി. അപ്പോഴേക്കും ഡെന്നിയുടെ കാറ് ഒരു ഇരുമ്പലോട് സ്കൂൾ മുറ്റത്ത് വന്നു നിന്നു. പപ്പേ! മിഴി അപ്പുവിലുള്ള പിടിവിട്ട് ഡെന്നിയുടെ അടുത്തേക്ക് പാഞ്ഞു. കുഞ്ഞൂസേ! അവൻ അവൾ എടുത്തു വരുത്തി വട്ടം കറക്കി. മിസ് യു പപ്പേ! മിഴി അവന്റെ കവിളിൽ ഉമ്മയിച്ചുകൊണ്ട് പറഞ്ഞു. മിസ് യുടാ ചക്കരെ, പപ്പയുടെ മുത്ത് കാത്തിരുന്ന് വിഷമിച്ചോ? ഇത്തിരി ലേറ്റ് ആയല്ലേ, സോറിടാ. അവൻ അവളുടെ കുഞ്ഞിക്കവിളിൽ ഉമ്മയിച്ചുകൊണ്ട് പറഞ്ഞു. ശാരില്ലേ പപ്പേ, പപ്പ ലേറ്റായോണ്ട് ആ അപ്പുവിന്റെ ഒരു പനി എടുക്കാൻ പറ്റി. അവൾ കണ്ണിറക്കിക്കൊണ്ട് പറഞ്ഞു. അതെന്ത് പണിയാടാ കുഞ്ഞാ? അവൻ സംശയത്തോട് ചോദിച്ചു. ഞാൻ അവനെ പിരിച്ചു നിർത്തി എന്റെ പപ്പനെ കാണിച്ചു കൊടുക്കാൻ. അവൾ വാപ്പതി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ കള്ളിപ്പെണ്ണെ, മതി ആ കൊച്ചിന്റെ പണിത്, നമുക്ക് പോവാം. അവൻ അവൾ നോക്കി ചോദിച്ചു. അവൾ തലയാട്ടി. ഡെന്നി ഡോർ തുറന്ന് മിഴിയെ ലച്ചുവിന്റെ മടിയിലിരുത്തി. ആഹാ, ലച്ചു എന്തായിരുന്നോ? ഓഫീസിൽ പനിയൊന്നുമില്ലേ? അവൾ ലച്ചുവിനെ നോക്കി ചോദിച്ചു. ഓ, നിനക്കിപ്പോ എന്നെ കണ്ണി പിടിക്കില്ലല്ലോ. ലച്ചു മുഖം തിരിച്ചിരുന്നു. കുശുമ്പി! മിഴി ലച്ചുവിന്റെ കവിളിൽ ഉമ്മച്ചുകൊണ്ട് പറഞ്ഞു. പതിയെ ലച്ചുവിന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അവരുടെ സ്നേഹം കണ്ട് ഡെന്നി ഒരു ചിരിയോടെ മിഴിയുടെ നെറുകയിൽ മുത്തിക്കൊണ്ട് വണ്ടിയെടുത്തു.
തിരികെയുള്ള യാത്രയിൽ സ്കൂളിൽ നടന്നൊക്കെ ഡെന്നിയെ പറഞ്ഞു കേൾപ്പിക്കുന്ന തിരക്കിലായിരുന്നു മിഴിമോൾ. ഡെന്നി അതെല്ലാം ശ്രദ്ധയോടെ കേൾക്കുന്നുണ്ട്. ഇടയ്ക്ക് അവളുടെ ചോദ്യങ്ങൾക്കെല്ലാം ക്ഷമയോടെ മറുപടിയും പറയുന്നുണ്ട്. ലച്ചു മിഴിമോളുടെ തലയിൽ തന്റെ താടി മുട്ടിച്ചു വെച്ചുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. പക്ഷെ അവളുടെ ശ്രദ്ധ അവരുടെ സംസാരത്തിലായിരുന്നു. എന്നിട്ടുണ്ടല്ലോ പപ്പേ, എന്റെ ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു എന്റെയും പപ്പയുടെ ഐ ഷെയിമാണെന്ന്. ആ പപ്പുവിന്റെ ഫേസ് ഒന്ന് കാണണം പപ്പേ, ചിരിച്ച് ചാവും. അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് എന്താ കുഞ്ഞൂസേ ആ കൊച്ചിനോട് ഇത്ര വിരോധം? ഡെന്നി അവൾ നോക്കി ചോദിച്ചു. പിന്നെ ഇല്ലാണ്ടിരിക്കോ, അവരെപ്പോഴും എന്നോട് വന്ന് വഴക്കുണ്ടാവും പപ്പേ. എന്നോട് ഇഷ്ടമില്ലാത്തോണ്ടാ പപ്പ എന്നെ കാണാൻ വരാത്തെന്ന് പറഞ്ഞവൻ. ആനോ പപ്പേ? മിഴി സങ്കടത്തോടെ ചോദിച്ചു. ലച്ചു അത് കേട്ട് നിർവികാരതയോടെ മിഴിയെ നോക്കി. എനിക്ക് മാത്രം ഇത്രയും നാല് പപ്പ ഉണ്ടായില്ലല്ലോ, അപ്പ അവനെ കളിയാക്കി പപ്പേ. അവൾ ചുണ്ടു വിരുമ്പിക്കൊണ്ട് പറഞ്ഞു. അവളുടെ സങ്കടം നിറഞ്ഞ സംസാരം ലച്ചുവിനൊപ്പം ഡെന്നിയെ വിഷമിപ്പിച്ചു. ആ നിറഞ്ഞ കണ്ണുകൾ ഡെന്നിയുടെ ഹൃദയത്തെ കൊളുത്തി വലിച്ചു. ലച്ചുവിനെ നോക്കിയപ്പോൾ അവൾ വേഗം നോട്ടം മാറ്റി. പക്ഷേ കൂട്ടിപ്പിടിച്ച് അവളുടെ ചുണ്ടുകൾ പറയാതെ പറഞ്ഞു അവളുടെ ഉള്ളിലെ സംഘർഷം. ഡെന്നി പെട്ടെന്ന് വണ്ടിയുടെ ഓരത്ത് നിർത്തി. അവൻ സീറ്റ് ബെൽറ്റ് ഊരി കാറിൽ നിന്നിറങ്ങി ലച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നടന്നു. ഡോർ തുറന്ന് മിഴി അലിവോടെ നോക്കി. ആ കുഞ്ഞി ചുണ്ടുകൾ അപ്പോഴും വിതുമ്പുന്നുണ്ടായിരുന്നു. അയ്യേ, പപ്പയുടെ കുഞ്ഞൂസ് കറിയാണോ? എന്റെ മോള് പപ്പയെ പോലെ സ്ട്രോങ് അല്ലേ? അവൻ മിഴിയെ നോക്കി ചോദിച്ചു. ആ, ഞാൻ എന്റെ പപ്പയെ പോലെ സ്ട്രോങ്ങാ, അവൾ വേഗം പറഞ്ഞു. ആ, അപ്പൊ സ്ട്രോങ് ഗേൾസ് കരയാൻ പാടില്ല, വേഗം കണ്ണുടച്ചേ. ഡെന്നിയുടെ പറച്ചിൽ കേട്ടതും മിഴി വേഗം ആ കുഞ്ഞിക്കൈകൾ കൊണ്ട് കണ്ണു തുടച്ചു. പപ്പേ, അവൾ കൊഞ്ചലോടെ വിളിച്ചു. എന്താടാ പൊന്നെ? അവൻ മിഴിയുടെ നെറുകിൽ നിവർന്നുകൊണ്ട് ചോദിച്ചു. പപ്പ ഇനി എന്നെ വിട്ട് പോവില്ലല്ലോ? അവൾ സംശയത്തോടെ ചോദിച്ചു. ഇല്ലട ചക്കര, പപ്പ ഇനി കുഞ്ഞൂസിന് വിട്ട് ഒരിടത്തേക്കും പോയില്ല കേട്ടോ. പ്രോമിസ്? അവൾ ആ കുഞ്ഞിക്കൈകൾ അവന് നേരെ നീട്ടി. പ്രോമിസ്, എന്റെ മോളെ വിട്ട് പപ്പ എവിടെയും പോയില്ല, ഒരിക്കലും. ഡെന്നി മിഴിയെ ലച്ചുവിന്റെ മടിയിൽ നിന്നെടുത്തോണ്ട് പറഞ്ഞു. ഹായ് എന്റെ നല്ല പപ്പ, ഉമ്മ. മിഴിയുടെ ചുണ്ടുകൾ ഡെന്നിയുടെ കവിളിലമർന്നു. അവനും തിരികെ അവിടെ കവിളിൽ ചുംബിച്ചു. ശോ, ഈ പപ്പീതൊരു താടി ഈ ചിക്കിളിയാവുക, അവൾ പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, ഇക്ലിയാവുന്നുണ്ടോ? നോക്കട്ടെ, എവിടെ? അവൻ താടിയോടെ മുഖത്ത് വരച്ചുകൊണ്ട് ചോദിച്ചു. എന്താ പപ്പി, ഇനി ചിക്കിളിയാവുന്നു? മിഴി ഉറക്കെ പറഞ്ഞുകൊണ്ട് ചിരിച്ചു. അവരുടെ കളിയും ചിരിയും കണ്ട് ലച്ചുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഒരു വേള ഡെന്നിയുടെ നോട്ട് ലച്ചുവിലെത്തിയപ്പോൾ നിറഞ്ഞ കണ്ണുകൾ അവനിൽ നിന്നും മറക്കാനെന്ന പോലെ അവൾ തലവെട്ടിച്ചു. പപ്പേ, ഐസ്ക്രീം! സൈഡിലുള്ള ഐസ്ക്രീം പാർലർ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മിഴി ഡെന്നിയെ നോക്കി കൊഞ്ചി. ഐസ്ക്രീം വേണോ പപ്പയുടെ കുഞ്ഞിന്? അവൻ അവളെ നോക്കി ചോദിച്ചു. വേണമെന്ന പോലെ മിഴി ഡെന്നിയെ നോക്കി തലയാട്ടി. ഈ ചായ വേണ്ട, ഇന്നലെ രാത്രി ചെറിയൊരു മേലാസിലുണ്ടായിരുന്നു, ഐസ്ക്രീം കഴിച്ചാൽ ചിലപ്പോൾ കൂടും, ലച്ചു പറഞ്ഞു. എന്നിട്ട് നീ ഇപ്പോഴാണ് ഇത് പറയുന്നത്? രാത്രി തന്നെ പറയണ്ടേ? ഹോസ്പിറ്റൽ കൊണ്ടുപോയിരുന്നല്ലോ. അവൻ മിഴിയുടെ മേലും നെറ്റിലും എല്ലാം തൊട്ടു നോക്കി ആകുലതയോട് ചോദിച്ചു. അവന്റെ മുഖത്തെ പരിഭ്രമത്തിന് മുന്നിൽ ഒരു നിമിഷം ലച്ചു നിശ്ചലമായിരുന്നു. പിന്നെ ബോധം വന്ന പോലെ അവനെ നോക്കി പറഞ്ഞു. കുഴപ്പമില്ല ചാ, ഇടയ്ക്കുണ്ടാവുന്ന, ഞാൻ സിറപ്പ് കൊടുത്തു. ഇനി ഇങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ നീ സ്വയം ഡോക്ടർ ആവണ്ട, ഏത് പാതിരാത്രിയാണെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, എന്റെ മോളെ കൊണ്ടുപോയി എനിക്കറിയാം കേട്ടോ, അവൻ ഗൗരവത്തോടെ പറഞ്ഞു. ലച്ചു ശരിയെന്നുള്ള രീതിയിൽ തലയാട്ടി. പപ്പേ, ഐസ്ക്രീം! നല്ലപോലെ തേനും പാലും ചേർത്ത് മിഴിമോൾ ഇളിച്ചുകൊണ്ട് പറഞ്ഞു. ഇന്ന് ഐസ്ക്രീം വേണ്ടട കുഞ്ഞ്, എന്റെ കുഞ്ഞിന് വയ്യല്ലോ, നമുക്ക് വേറെ ദിവസം ആകാം. എന്റെ മുത്തിന്റെ ഉവാവ് മാറിയിട്ട് അപ്പ കുറേ ഐസ്ക്രീം അയച്ചുതരാം കേട്ടോ, അവൻ മയത്തിൽ മിഴിയോട് പറഞ്ഞു. എനിക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ല പപ്പേ, സത്യം ഒരെന്നെ മതി പ്ലീസ്. മിഴി അവനോട് കെഞ്ചി. ഐസ്ക്രീം വേണ്ട പപ്പ, വേറെ സാധനം അയച്ചുതരാം, മോളിൽ ലച്ചുവിൻ്റെ കൂടി ഇരിക്കും, പപ്പ വാങ്ങിയിട്ട് വരാം, അവൻ മിഴിയെ ലച്ചുവിന്റെ മടിയിലെത്താൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, ഞാനും വരാം പപ്പയത് കൂതെ, അവൾ കയ്യിൽ നിന്ന് ഇറങ്ങാൻ കൂട്ടാക്കാതെ പറഞ്ഞു. ശരി വായോ, വേദു ഡോറിച്ചിറങ്ങി വായോ, കേൾക്കാൻ മറക്കണ്ട കേട്ടോ, ലച്ചുവിനോട് പറഞ്ഞുകൊണ്ട് ഡെന്നി നടന്നു. അവർ രണ്ടുപേരും പോകുന്ന നോക്കി ലച്ചു കാറിന്റെ കീ എടുത്ത് ഡോർ ക്ലോസ് ചെയ്തിറങ്ങി. കാറ്റിൽ പാറിപ്പറക്കുന്ന സാരി തുമ്പിനെ ഒതുക്കി പിടിച്ച് അവൾ അവന് പുറകെ നടന്നു. ഡെന്നിയും തിരിഞ്ഞു നോക്കിയിട്ട് നടത്തുന്നതിന്റെ വേഗത കുറച്ചു. ലച്ചു അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു കൈയാൽ അവളെ റോഡിന്റെ മറുവശത്തേക്ക് ആക്കി പിടിച്ചുകൊണ്ട് മറുകയിൽ മോളയും എടുത്ത് അവൻ നടന്നു. ലച്ചുവിന്റെ കണ്ണുകൾ ഡെന്നിയിൽ തന്നെ തറച്ചു. കാലം എത്ര കഴിഞ്ഞാലും അവന്റെ കരുതലും സ്നേഹവും നിലക്കില്ലെന്ന് അവൾക്ക് മനസ്സിലായി. റോഡ് സൈഡിൽ കരിക്ക് വെട്ടുന്ന ആളുടെ അടുത്ത് അവർ നിന്നു. അവിടെയുള്ളൊരു സ്റ്റോൺ ബെഞ്ചിൽ മിഴിയെ നിർത്തി. മിഴിയാണെങ്കിൽ കരിക്ക് വെട്ടുന്ന കൗതുകത്തോടെ നോക്കി നിൽക്കുകയാണ്. അയാൾ 3 കരിക്ക് വെട്ടി അവർക്ക് കൊടുത്തു. ഇച്ചാൻ കുടിച്ചോ, മോൾക്ക് ഞാൻ കൊടുക്കാം, ലച്ചു അവന്റെ കയ്യിൽ നിന്ന് കരിക്ക് വാങ്ങിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, എനിക്ക് പപ്പ തന്നാ മതി, മിഴി ലച്ചുവിനെ നോക്കി പറഞ്ഞു. ലച്ചു വായും പൊളിച്ച് മിഴിയെ നോക്കി. എത്ര പെട്ടെന്നാ കുട്ടി പിശാശും മറുകണ്ണം ചാടിയെന്ന എക്സ്പ്രഷൻ ആയിരുന്നു അവരുടെ മുഖത്ത്. ഡെന്നി അത് കണ്ട് ഒരു ചിരിയോടെ ലച്ചുവിന്റെ തലയിൽ കുട്ടി. വാ പൊളിച്ചിരിക്കാതെ കുടിക്കാൻ നോക്കി പെണ്ണ്, എന്റെ മോൾക്ക് ഞാൻ കൊടുത്തോളാം, അവൻ അവളെ നോക്കി കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. ഓ, ഒരു പപ്പയും മോളും വന്നേക്കണം, ഞാനില്ല, എന്താന്ന് വെച്ചാൽ ചെയ്തോ.
അവൾ അവരെ നോക്കി മുഖം കൂട്ടി അപ്പുറത്തേക്ക് തിരിഞ്ഞു നിന്ന് കരിക്കുടിച്ചു. ഇടയ്ക്കിടയ്ക്ക് ലച്ചുവിന്റെ കണ്ണുകൾ ഇടം കണ്ടിട്ട് ഡെന്നിയുടെയും മിഴിയുടെയും പ്രവൃത്തി വീക്ഷിച്ചു. അവൻ വളരെ ശ്രദ്ധിച്ചാണ് മിഴിക്ക് കൊടുക്കുന്നത്. ഡെന്നിയുടെ കൈകളുടെ മീതെ മിഴിയും കുഞ്ഞിക്കൈകൾ വെച്ച് പിടിച്ചിട്ടുണ്ട്. നല്ല രസന്തല്ലേ പപ്പേ? അവൾ കുഞ്ഞിക്കണ്ണുകൾ വിടർത്തി അവനോട് ചോദിച്ചു. ഡെന്നി മറുപടിയായി തല നീട്ടി അവളുടെ നെറുകയിൽ ചുംബിച്ചു. വെള്ളം മുഴുവൻ കുടിച്ച് കരിക്ക് വെട്ടി അതിൽ നിന്ന് അവൻ മിഴിക്ക് കോരിക്കൊടുത്തു. ഇടയ്ക്ക് മിഴി അവനെ കഴിപ്പിക്കുന്നുണ്ട്. രണ്ടുപേരുടെയും വൈറ്റ് ഡ്രസ്സിന്റെ കാര്യത്തിൽ തീരുമാനമായതുകൊണ്ട് ലച്ചു തലയിൽ കൈവച്ച്. പക്ഷെ അതുങ്ങൾ രണ്ടും ഇതൊന്നും ശ്രദ്ധിക്കാതെ കഴിക്കുന്ന തിരക്കിലാണ്. കയ്യിലിരുന്ന ടവലിൽ മിഴിയുടെ കയ്യും മുഖവും തുടച്ചുകൊണ്ട് ഡെന്നി അവളെ ലച്ചുവിനെ ഏൽപ്പിച്ചു. അവൻ കരിക്കുടിക്കുന്ന നോക്കി ലച്ചുവും മിഴി നിന്നു. ഇടയ്ക്കിടയ്ക്ക് ഡെന്നി മിഴിയെ നോക്കി കണ്ണ് ചിമ്മുന്നുണ്ട്. മിഴിയുടെ നോട്ടം കണ്ട് ഡെന്നി സ്ട്രോ അവളുടെ വായിൽ വെച്ച് കൊടുത്തു. മിഴി അത് കണ്ട് ഒരു ചിരിയോടെ അവന്റെ കരിക്കുമായി കുടിച്ചു. ഇത് പണിയാവുമെന്ന മട്ടിൽ ലച്ചു നിന്നു. പൈസ എല്ലാം കൊടുത്ത് ഡെന്നി മോളെ കയ്യിലെടുത്ത് നടന്നു. മോളെ ലച്ചുവിന്റെ മടിയിലെത്തി ഡോറടച്ച് അവൻ വണ്ടിയെടുത്തു. കുറച്ചു ദൂരം മുന്നോട്ട് പോയപ്പോൾ മിഴി ദയനീയമായി ലച്ചുവിനെ നോക്കി. കാര്യം മനസ്സിലായ പോലെ ലച്ചു ഇരുന്ന് ചിരിച്ചു. ലച്ചുവിനൊന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് മിഴി ഡെന്നിയെ നോക്കി. പപ്പേ, അവൾ ദയനീയമായി വിളിച്ചു. എന്താടാ കുഞ്ഞ, എന്താ പറ്റിയേ? അവിടെ വിളിയേട്ടവൻ ചോദിച്ചു. ഒന്ന് വേഗം വന്ധ്യം ഇത് പപ്പേ, അവൾ അവനെ നോക്കി പറഞ്ഞു. അതെന്താ? ഡെന്നി സംശയത്തോടെ മിഴിയെ നോക്കി. മിഴിയുടെ മുഖത്തെ ദയനീയതയിൽ ലച്ചുവിന്റെ മുഖത്തെ ചിരിയും കണ്ട് അവൻ സംശയത്തോടെ നെറ്റി വിളിച്ചു. വേഗം പോ പപ്പേ, എനിക്ക് മുമ്പില്ലനോ, അവൾ കാൽകണ്ണ് കൂട്ടിപ്പിടിച്ചുകൊണ്ട് മുഖത്ത് നിഷ്കളങ്കതയോടെ പറഞ്ഞു. മിഴിയുടെ ആ ഭാവം കണ്ട് ഡെന്നി പൊട്ടി വന്ന ചിരി അടക്കി നിർത്തിക്കൊണ്ട് വേഗം വണ്ടി വിട്ടു. ഉള്ള കരിക്ക് മുഴുവൻ കുടിക്കുമ്പോൾ ആലോചിക്കണമെന്ന ഭാവമായിരുന്നു ലച്ചുവിന്റെ മുഖത്ത്. ഫ്ളാറ്റിന് താഴെ വണ്ടി നിർത്തിയതും ഡെന്നി വേഗം ഇറങ്ങി. വേദു, നീ ബാഗ് എടുത്ത് കാർ ലോക്ക് ചെയ്ത് പോരും, ഞാൻ വേഗത്തിനെ കൊണ്ട് പോട്ടെ, അല്ലെങ്കിൽ ഇവിടെ മുഴുവൻ നാറ്റിക്കും, അവൻ മിഴിയെടുത്തുകൊണ്ട് നടക്കുന്നതിനിടയിൽ പറഞ്ഞു. ഓരിക്കോ പപ്പേ, അല്ലെങ്കിൽ ഇപ്പൊ പോവും, മിഴി വിളിച്ചു പറഞ്ഞു. നീ അവിടത്തെ മുന്നേ എന്റെ മേലെ കാര്യം സാധിക്കും കുഞ്ഞ, അവൻ ചോദിച്ചു. ഞാൻ ശ്രമിക്കാം പപ്പേ, മിഴി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഡെന്നി അവളെയും കൊണ്ട് ഓടി ലിഫ്റ്റിൽ കയറി. അവരുടെ ഓട്ടം കണ്ട് ലച്ചു പൊട്ടിച്ചിരിച്ചു. അവൾക്ക് എത്ര ശ്രമിച്ചിട്ടും ചിരി നിർത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ചിരിച്ചിരിച്ച് അവസാനം കണ്ണിൽ നിന്ന് വെള്ളം വന്നപ്പോൾ അവൾ കഷ്ടപ്പെട്ട് ചിരിയടക്കി. കാലങ്ങൾക്ക് ശേഷം തന്നിൽ വിരിഞ്ഞ ചിരിയെ അവൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. ട്രീസയും മായും പ്രഭാകരനും കൂടെ സംസാരിച്ചിരിക്കുമ്പോഴാണ് മിഴിമോളയും കൊണ്ട് ഓടി വരുന്ന ഡെന്നിയെ കാണുന്നത്. അവർ പരിഭ്രമപ്പെട്ട് എഴുന്നേറ്റ് നിന്നു. എടാ എന്താടാ, നീ എന്തിനാ ഓടുന്നത്? കോച്ചിനെ എന്നാ പറ്റി? ട്രീസ ആകുലതയോട് ചോദിച്ചു. ഇപ്പൊന്നും പറയാനുള്ള സമയമുള്ള ട്രീസ് കോച്ച്, വിശദമായിട്ട് ഞാൻ വരുമ്പോ പറയാം, അവൻ മിഴിയും കൊണ്ട് ലച്ചുവിന്റെ റൂമിലേക്ക് ഓടുന്നതിനിടയിൽ വിളിച്ചു പറഞ്ഞു. ഇതിപ്പോ എന്താ സംഭവം എന്നറിയാതെ അവരൊക്കെ പകച്ചു നിന്നു. ഡെന്നി മിഴിയെ ബാത്റൂമിൽ കൊണ്ടുപോയി കാര്യമൊക്കെ നടത്തി. ബാത്റൂം ഡോർ തുറന്നു നിന്നു അവൻ അടച്ചു. അതിനിടയിൽ മിഴിയെ തറപ്പിച്ച് നോക്കുന്നുണ്ട്. മിഴിയാണെങ്കിൽ അവനെ നോക്കി ദാറ്റ് മാസ്റ്റർ പീസ് ഇളി കൊടുക്കുന്നുണ്ട്. ഡെന്നി ബെഡിൽ മലന്നടിച്ച് വീണു. അത് കണ്ട് മിഴിയും ബെഡിൽ വലിഞ്ഞേറി അവൻ കിടക്കുന്ന പോലെ മലന്നു കിടന്നു. ഹോ, ഇപ്പൊ നല്ല സുഖണ്ട് പപ്പേ, അവൾ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പറഞ്ഞു. ഉണ്ടാവും, നിനക്ക് നല്ല സുഖം ഉണ്ടാവും, എടുത്തോണ്ട് ഓടിയത് ഞാനാണല്ലോ, അവൻ അവൾക്ക് നേരെ കിടന്നുകൊണ്ട് പറഞ്ഞു. പാപ്പിച്ചെന്നെ തോന്നിയാ മതി, ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ചു നിന്ന്, അവൾ അവൻ ചെയ്ത പോലെ തലയിൽ കൈ താങ്ങി അവൻ നേരെ കിടന്നുകൊണ്ട് പറഞ്ഞു. അവളുടെ കിടപ്പും പറച്ചിലും കേട്ട് ഡെന്നിക്ക് ചിരി വന്നു. എന്റെ കുഞ്ഞൂസ്, നിന്നെ കൊണ്ട്, അവൻ അവളെ എടുത്തെടുത്ത് നെഞ്ചിൽ കിടത്തിക്കൊണ്ട് പറഞ്ഞു. അവൾ അവന്റെ നെഞ്ചിൽ കയറിയുന്നുണ്ട് താടിയിൽ കയ്യൂന്നി അവനെ നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? അവൻ അവിടെ നോട്ടം കണ്ട് ചോദിച്ചു. ഐ ലവ് യു പപ്പേ, ലവ് യു സോ മച്ച്, മിഴി അവന്റെ നെഞ്ചിലേക്ക് കിടന്നുകൊണ്ട് പറഞ്ഞു. ഡെന്നി നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചുറ്റിപ്പിടിച്ച് കിടന്നു. ലച്ചു കഷ്ടപ്പെട്ടുള്ള ബാഗെല്ലാം പൊക്കിയെടുത്ത് ഫ്ലാറ്റിലെത്തിയപ്പോൾ കണ്ടു എന്തോ പോയ പോലെ തെക്കോട്ടും വടക്കോട്ടും നോക്കിക്കൊണ്ട് നിൽക്കുന്ന മായയും ട്രീസയും പ്രഭാകരനെയും. നിങ്ങളിത് എന്ത് നോക്കിക്കുവാ? അവൾ ബാഗെല്ലാം സോഫയിലിട്ടൊന്ന് നടുനിർത്തിയോണ്ട് ചോദിച്ചു. ഒന്നും പറയണ്ട എന്റെ മോളെ, ഒരുത്തൻ കൊച്ചിനെയും കൊണ്ട് റൂമിലേക്ക് ഓടി കയറിയിട്ടുണ്ട്, എന്താ സംഭവം എന്നറിയില്ല, ട്രീസ താടി കൈ കൊടുത്ത് പറഞ്ഞു. അതത്ര വലിയ സംഭവം എന്നല്ല, പാപ്പ മോൾക്ക് സ്നേഹം കൊണ്ട് കരിക്ക് വാങ്ങിക്കൊടുത്താ, അപ്പത്തൊട്ട് കൊച്ചിന് ഉമ്പുള്ളണമെന്ന് പറഞ്ഞ് ബഹളം, ഈ ചായൻ താഴെ അവളെടുത്ത് ഓടിയതാ, ലച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ബസ്റ്റ്, എന്നാ ഈ ചെറുക്കിനാന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ, ഇവനെ ഞാനിന്ന്, ട്രീസ അതും പറഞ്ഞ് റൂമിലേക്ക് കയറി. അവിടുത്തെ കാഴ്ച കണ്ട് ട്രീസ നിന്നു നിൽപ്പി നിന്നു. ബെഡിൽ സുഖമായി കിടന്നിറങ്ങുന്നുണ്ട് ഡെന്നി, അവന്റെ നെഞ്ചിൽ പറ്റിച്ചേർന്ന് മിഴി. ട്രീസയുടെ പുറകെ വന്ന ബാക്കിയുള്ളവരും ആ കാഴ്ച കണ്ട് നിന്നു. ഓടിയ ക്ഷീണം തീർത്തതായിരിക്കും രണ്ടും കൂടെ, അമ്മാതിരി ഓട്ടല്ലായിരുന്നു, പ്രഭാകരൻ അവരുടെ കിടപ്പണ്ട് ചിരിയോടെ പറഞ്ഞു. മായും ട്രീസയും അതുകൊണ്ട് ഹാളിലേക്ക് നടന്നു. അവരൊക്കെ പോയപ്പോൾ ലച്ചുമേലെ റൂമിലേക്ക് കയറി. കിടന്നുറങ്ങുന്ന ഡെന്നിയെ മോളെ അലിവോടെ നോക്കി. പതിയെ മോളെടുത്ത് ബെഡിൽ കിടത്താൻ ഒരുങ്ങി. പക്ഷെ ചത്താലും വിട്ടുപോയില്ലെന്ന പോലെ പപ്പയും മോൾ ഉരുകെ കെട്ടിപ്പിടിച്ച് കിടക്കുന്നുണ്ട്. അത് കണ്ടതും ആ ശ്രമം ഉപേക്ഷിച്ച് ലച്ചു മിഴിയുടെ കവിളിൽ മുത്തി. പതിയെ തലവീഴ്ത്തിയപ്പോൾ കണ്ടു കണ്ണുകളടച്ച് ശാന്തമായി ഉറങ്ങുന്ന ഡെന്നി. അവന്റെ ചുണ്ടിൽ സ്വതവേയുള്ള പുഞ്ചിരിയുണ്ട്. ഒരു ഉൾപ്രേരണയാൽ അവൾ അവന്റെ കണ്ണുകളിൽ പതിയെ മുത്തി.
അതറിഞ്ഞെന്ന പോലെ ഉറക്കത്തിലും ആ പുഞ്ചിരിക്ക് തിളക്കം കൂടി. ദിവസങ്ങൾ ആരെയും കാത്തിൽക്കാതെ കടന്നു പോയിക്കൊണ്ടിരുന്നു. ലച്ചുവും മിഴിയും ഡെന്നിയുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി മാറിയിരുന്നു. മിഴി ഓരോ നിമിഷത്തിലും ഡെന്നിയോട് കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. ആർക്കും അസൂയ തോന്നുന്ന വിധത്തിലായിരുന്നു ഡെന്നിയും മിഴിയും തമ്മിലുള്ള ബന്ധം. മിഴിക്ക് രാവിലെ ഉണർന്നാൽ രാത്രി കിടക്കുന്നവരെ ഡെന്നി വേണം. ലച്ചു ഒറ്റക്കാവുമെന്ന ഒറ്റക്കാനത്തിലാണ് കിടക്കാൻ വേണ്ടിയെങ്കിലും തിരികെ പോകുന്നത്. മിഴിയും ഡെന്നിയും തമ്മിലുള്ള അടുപ്പം ലച്ചു ഒരിക്കലും തടഞ്ഞിരുന്നില്ല. ഇപ്പോൾ സ്ഥിരം മിഴിയെ സ്കൂളിൽ വിടുന്ന ഡെന്നിയാണ്. ലച്ചുവും ഡെന്നിയും രാവിലെ ഓഫീസിൽ പോകുമ്പോൾ മിഴിയെ സ്കൂളിലാക്കും. തിരികെ വിളിക്കാൻ പോകുന്ന പ്രഭാകരനാണ്. ലച്ചുവും ഡെന്നിയും വൈകുന്ന കാരണം ഇഷ്ടമല്ലെങ്കിൽ കൂടി മിഴി അപ്പൂപ്പിനോടൊപ്പം പോകും. വീട്ടിൽ ചെന്നാലും അവരെയും കാത്ത് ബാൽക്കണിയിൽ നിൽക്കും. ദൂരെ നിന്ന് ഗേറ്റ് കടന്ന് ഡെന്നിയുടെ കാർ വരുമ്പോഴേക്കും ഓടിപ്പോയി ലിഫ്റ്റിന്റെ അവിടെ നിൽക്കും. ഡെന്നിയുടെ കയ്യിൽ ചാടിപ്പിടിഞ്ഞേറി പിന്നെ വിശേഷങ്ങളും പരാതികളും തുടങ്ങും. അതിന്റെ ഇടയിൽ അത്രയും സമയം അവനെ കാണാത്തയുള്ള പരിഭ്രമം കവിളിൽ മുത്തമായി കൊടുക്കും. എല്ലാവർക്കും അത് സ്ഥിരം കാഴ്ചയായതുകൊണ്ട് അവർക്കൊരു ചിരിയോടെ നിൽക്കും. പിന്നെ കഴിക്കുന്നതും കുളിക്കുന്നതൊക്കെ ഡെന്നിയോടൊപ്പമാവും. ഇടയ്ക്ക് ലച്ച് കുശുമ്പെടുക്കുമെങ്കിലും മിഴി ഒരു ഉമ്മയിൽ ആ പരാതി തീർക്കും. പിന്നെ നാക്ക് രണ്ടു മഴ ഉള്ളതുകൊണ്ട് അതിട്ടലച്ച് കാര്യം നടത്തും. ഓഫീസിൽ ഡെന്നിയുടെയും ലച്ചുവിന്റെ അടുപ്പത്തെ പറ്റി നല്ല രീതിയിൽ ഓരോ കഥകൾ ഇറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അവർ രണ്ടുപേരും അതറിഞ്ഞില്ല. പതിവ് പോലെ മിഴിയെ പ്ലേ സ്കൂളിലാക്കി ഓഫീസിൽ പോകാൻ തുടങ്ങിയായിരുന്നു ഡെന്നി. പപ്പേ ഇറങ്ങാൻ നേരം മിഴി കൊഞ്ചിക്കൊണ്ട് വിളിച്ചു. എന്താണ് കുഞ്ഞ? അവൻ അരിവോടെ ചോദിച്ചു. നാളെ സന്ധ്യയല്ലേ, അപ്പൊ 4 മുഴുവൻ പപ്പയുടെ കൂടെ വേണം. നമുക്ക് നാളെ പാർക്കിൽ പോകണം, കേട്ടല്ലോ? മിഴി വലിയ കാര്യം പോലെ പറഞ്ഞു. ഓക്കെ മേഡം, നമുക്ക് നാളെ എല്ലായിടത്തും പോവാം. നാളെ നമുക്ക് വേദനയും കൊണ്ടുപോകാം. പപ്പക്കും മോൾക്കും വേദനയും കൂടെ എല്ലായിടത്തും അടിച്ചു വിളിച്ച് കറങ്ങിയെടുക്കാം, ഓക്കെ? അവൻ മിഴിയുടെ നെറ്റിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ഓക്കെ പപ്പേ, പിന്നെ ലച്ചു നാളെ ഞങ്ങൾ വിളിച്ചുമ്പെങ്ങാനും വന്നില്ലെങ്കിൽ പിന്നെ എന്നോടും പപ്പനോടും മിണ്ടാൻ വരണ്ട കേട്ടോ. ലച്ചുവിനെ നോക്കി മിഴി ഗൗരവത്തോടെ പറയുന്നിട്ട് ഡെന്നി ചിരിച്ചു. ലച്ചു അത് കേട്ട് അവർ രണ്ടുപേരെയും വാവിളിച്ച് നോക്കി. അല്ലെങ്കിൽ ഞാൻ വേറൊരു ഐഡിയ പറയട്ടെ പപ്പേ? മിഴി ഡെന്നിയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ ഒലിപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ആ ചിരി കണ്ടിട്ട് അത്ര നല്ല ഐഡിയ ആണ് തോന്നില്ലല്ലോ കുഞ്ഞാ, എന്നാലും പറയും കേൾക്കട്ടെ. ഡെന്നി മിഴിയെ ചൂടി നോക്കിയിട്ട് ചോദിച്ചു. ഇന്ന് സ്കൂളിൽ പോകാനും എന്നും അങ്ങോട്ട് തന്നെയല്ലേ വരുന്നേ? ഇന്ന് ഞാൻ നിങ്ങളുടെ കൂടെ വരാം. മിഴിമോൾ വിത്ത് ദാറ്റ് മാസ്റ്റർ പീസ് ഇല്ലേ. അവളുടെ ചിരിയും മുഖഭാവൊക്കെ കണ്ട് ഡെന്നി ചിരി അടക്കിക്കൊണ്ട് ലച്ചുവിനെ നോക്കി. അയ്യോ ബുദ്ധിമുട്ടാവില്ലേ? അവിടെ ഒരു ഐഡിയ, മര്യാദ സ്കൂളിൽ പോയി മടിച്ചു പാറു. ലച്ചു അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. അവസാന പ്രതീക്ഷ എന്ന പോലെ മുഖത്തില്ലാത്ത നിഷ്കളങ്കത വരുത്തി മിഴി ഡെന്നിയെ നോക്കി. ഇന്ന് വേണ്ട കുഞ്ഞ്, പപ്പക്ക് തിരക്കാവും. അപ്പൊ മോളാരെ നോക്ക്, പപ്പ വേറെ ഉറപ്പായിട്ടും കൊണ്ടുപോവാം, പ്രോമിസ്. ശരി, അപ്പൊ ഞാൻ പോവാല്ലേ? മിഴി വിഷമത്തോടെ ഓരോന്നിറങ്ങി. ഇറങ്ങിയോടുന്ന വഴി ലച്ചുവിനെ തിരിഞ്ഞുനോക്കി കൊഞ്ഞൻ കുത്തി കാണിക്കാനും മറന്നില്ല. ഡെന്നി അത് കണ്ട് പൊട്ടിച്ചിരിച്ചു. കണ്ടു ഇച്ചായ അവൾ കാണിച്ച്. കുറുമ്പത്തി ഇങ്ങോട്ട് വരട്ടെ, കൊടുക്കുന്നുണ്ട് ഞാൻ. ലച്ചു കുറുമ്പോടെ പറഞ്ഞു. ഇതിപ്പോ നീയാണ് അവളാണ് കുഞ്ഞ്? എന്റെ വേദു, നിന്നെ കൊണ്ട്. അവനവളുടെ തലയിൽ കൂട്ടിക്കൊണ്ട് പറഞ്ഞു. പപ്പയും കണക്കാ മോളും കണക്കാ. ലച്ചു പിറുവിരുത്തുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ഡെന്നി അത് കേട്ടതും ഒരു നിമിഷം അത്ഭുതത്തോടെ ലച്ചുവിനെ നോക്കി. അവനെന്തോ അവളുടെ വാക്കുകൾ മനസ്സിലൊരു തണുപ്പ് നിറക്കുന്ന പോലെ തോന്നി. എന്റെയാ, എന്റെ മോള. അവൻ മനസ്സിൽ പതിയെ മന്ത്രിച്ചു. വാഷ്റൂമിൽ നിന്ന് വരുന്ന വഴി ലച്ചു കാണുന്ന ഡെന്നിയുടെ ക്യാബിൽ നിന്ന് തലയും കുനിച്ച് കണ്ണു നിറച്ചു വരുന്ന അനുവിനെയാണ്. അനുവിന്റെ ഇളക്കം ലച്ചുവിന് ഡെന്നി കൊഴിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും അറിയാം. സംഭവം എന്താണെന്ന് അറിയാതെ ലച്ചു ക്യാബിൻ ഡോർ തള്ളി തുറന്ന് അകത്തേക്ക് കയറി. ടേബിളിൽ തലതാങ്ങിയിരിക്കുന്ന ഡെന്നിയാണ് അവൾ കണ്ടത്. ടെൻഷൻ കൊണ്ട് ഇടയ്ക്കിടെ നെറ്റി തടവുന്നുണ്ട്. അവൾ ഒരു നിമിഷം അടിച്ചിരുന്നു. പിന്നെ എന്നും വരട്ടെ നീതി അവനെ വിളിച്ചു. ഇച്ചായ? അവൻ തലയുർത്താൻ മൂളി. എന്താ പറ്റിയത്? ഇന്നലെ മുംബൈയുള്ള കർത്ത ഗ്രൂപ്പ്സിന് നമ്മൾ കൊടുത്ത വർക്ക് എന്തൊക്കെയോ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ മെയിൽ വന്നിരുന്നു. ഞാൻ എല്ലാവരോടും പറഞ്ഞാൽ ശ്രദ്ധിക്കാം, അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ കമ്പനിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടായേനെ. പക്ഷെ എല്ലാം കൂടെ നശിപ്പിച്ചു. അവൻ ദേഷ്യത്തോടെ പറഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? ലച്ചുവിനെ അറിയാമായിരുന്നു അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന്. നീ വേഗം സ്റ്റാഫ് മീറ്റിംഗ് വെക്ക്. ഞാനിങ്ങനെ ഫ്രീ ആയതുകൊണ്ട് എല്ലാവരും കെയർലെസ് ആവുന്നു. ഇന്ന് തീർത്തു കൊടുക്കാം. അവൻ ദേഷ്യത്തിൽ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. ലച്ചു ഫോൺ ടേബിൾ വെച്ച് പുറത്തേക്ക് നടന്നു. എല്ലാവരോടും പെട്ടെന്ന് മീറ്റിംഗ് ഹാളിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് അവൾ ഡെന്നിയെ വിളിച്ചു. എല്ലാവരും എത്തിയെന്നറിഞ്ഞു അവൻ ധൃതിയിൽ ഹാളിലേക്ക് നടന്നു. മിഴിയുടെ സ്കൂളിൽ നിന്ന് വിളിച്ചു പറഞ്ഞ അനുസരിച്ച് ഹോസ്പിറ്റലിലേക്ക് വന്നാണ് പ്രഭാകരൻ. കാഷ്വാലിറ്റിയിലേക്ക് നടക്കുമ്പോൾ അയാളുടെ കാലുകൾ വിറച്ചിരുന്നു. തളർന്നു തുടങ്ങിയ കാലുകൾ വലിച്ചുകൊണ്ട് അയാൾ നടന്നു. മിഴിയുടെ ടീച്ചറെ കണ്ടപ്പോൾ അയാൾ ഓടിപ്പടിഞ്ഞ് അങ്ങോട്ടേക്ക് ചെന്നു. എന്താ എന്താ എന്റെ കുഞ്ഞിന് പറ്റിയത്? നിങ്ങളൊന്ന് പറയോ? അയാളുടെ സ്വരം വിറച്ചിരുന്നു.